അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഉരുളക്കിഴങ്ങിൻ്റെ കറിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് കേട്ടോ എല്ലാവരും കാണുവാനായിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതേപോലെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തോണം കേട്ടോ എല്ലാവരും കാണുവാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വേവാനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ടൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 വിസിലിന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ അടുപ്പത്ത് വെക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഒരു 3 വിസിലിന് വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പുറത്ത് തന്നെ അടുത്ത് വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഉരുളിയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല കട്ടിയുള്ള ഒരു പാത്രമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വന്നപ്പോൾ തന്നെ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ചെറിയ ജീരകമുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജീരകം കൂടെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ സവാള ഇതേപോലെ കട്ട് ചെയ്തതും പിന്നെ ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നോക്കിയിട്ട് വേണം ഇട്ടിട്ടുണ്ടെങ്കിൽ, കാരണം ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടിട്ട് ഇതിൽ അല്പം കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചതാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഗ്യാസ്. കാരണം ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സവാളയൊക്കെ കരിഞ്ഞു പോകില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയും തക്കാളിയും നല്ലതുപോലെ ഒന്ന് വാടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും വഴണ്ട് പോകണ്ട, നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ ആയാൽ മതി കേട്ടോ. എന്നിട്ട് ഞാനിവിടെ എരിവില്ലാത്ത മുളക് പൊടി ചേർക്കുന്നുണ്ട് 1 സ്പൂണ്. പിന്നെ ഞാനിവിടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എരിവിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് അത്യാവശ്യം എരിവ് വേണം. അപ്പം അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഒരുപാട് സവാള ഒന്നും വഴണ്ട് പോകണ്ട, ഈ ഒരു പരുവത്തിൽ തന്നെ കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ സവാളയും തക്കാളിയും പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട്
നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ആ പൊടിയുടെ ഒരു പച്ചപ്പ് മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ചേർക്കേണ്ടത് കായപ്പൊടിയും പിന്നെ അതേപോലെ ചെറിയ ജീരകമാണ് കേട്ടോ. എന്നാലേ ഇത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. കാരണം ചപ്പാത്തിക്കാണ് കൂടുതൽ ഇത് നല്ല ടേസ്റ്റ് തോന്നിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഈ ഒരു കറി. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറി. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഈ ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറി പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം അങ്ങോട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മല്ലിയിലയാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. മല്ലിയില, കായപ്പൊടി, അതേപോലെ ചെറിയ ജീരകവും കൂടിയാണ് കേട്ടോ ഇതിൽ വേണ്ടത്. അപ്പോൾ ഈ ഒരു 3 ഐറ്റം ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ഈ ഒരു കറി. നമുക്ക് ഇതേപോലെ തന്നെ പരിപ്പ് വേണമെങ്കിലും പരിപ്പ് വെക്കാം കേട്ടോ ഇതേപോലെ തന്നെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട്